എല്ലാവർക്കും നമസ്കാരം. സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബസ് റൂട്ടിനോട് ചേർന്ന് പ്രധാനപ്പെട്ട സെൻറ്ററിനടുത്തായി കുറച്ചധികം സ്ഥലത്തിൽ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ളതും, അതല്ല സ്ഥലം കുറച്ച് മതി എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരത്തിൽ 2 തരത്തിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാകുന്ന ഒരു വീടിൻ്റെ രാജകീയ പ്രൗഢിയിൽ താമസിക്കാൻ കഴിയുന്ന കണ്ടീഷനോട് കൂടിയിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും എത്ര കാറ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും അത് പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള, അതുമാത്രമല്ല വീടിൻ്റെ എൽ ഷേപ്പിൽ ബസ് റൂട്ടാണ്. അത്രയ്ക്ക് ബസ് റൂട്ടിലേക്ക് ഫ്രണ്ടേജ് ആയിട്ടുള്ള നല്ല ഒരു വീടാണ്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ സ്ഥല സൗകര്യം തന്നെ വീടിൻ്റെ ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ്. വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ കണ്ടു കഴിഞ്ഞാൽ ഉടനടി നമുക്ക് ബാക്ക് സൈഡിലെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ വീടിൻ്റെ ചുറ്റും കോമ്പൗണ്ട് വാൾ, ഗേറ്റ്, വറ്റാത്ത കിണർ, അതുപോലെയുള്ള വീടിൻ്റെ ബാക്ക് സൈഡിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ വീടും ഇതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ബാക്ക് സൈഡിൽ മാവ്, അതുപോലെ തന്നെ പ്ലാവ്, റംബൂട്ടാൻ, തെങ്ങ്, മാംഗോസ്റ്റി, അതുപോലെ തന്നെ ചാമ്പ, അത്തരത്തിലുള്ള ഫലവൃക്ഷങ്ങളാണ് ബാക്ക് സൈഡിൽ അധികമായിട്ടുള്ളത്. ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ വീടിൻ്റെ ഒരു ഭാഗം എൽ ഷേപ്പായിട്ട് ബസ് റൂട്ടിലേക്ക് ഫ്രണ്ടേജാണ്. ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിൽക്കാനുള്ള വീടായാലും സ്ഥലമായാലും നമ്മൾ പോയി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അത് പ്രസൻറ്റ് കണ്ടീഷനിൽ എങ്ങനെയാണോ വീട്, ആ വീട് അതുപോലെ തന്നെ പകർത്തിയിട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൻ്റെ വ്യൂവേഴ്സ് കിട്ടുന്നതിന് വേണ്ടി മാത്രം നല്ല രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. എങ്ങനെയാണോ ആ വീട് സ്ഥലവും ഉള്ളത് അത് അതുപോലെ തന്നെയാണ് പകർത്തുന്നത്. ചില ആളുകൾ നമ്മളോട് വീട് വിൽക്കാനുണ്ടെന്ന് പറയുകയും അത് നമ്മൾക്ക് വീഡിയോ അയച്ചു തരികയും ചെയ്യും. നമ്മൾ പോയി കാണുമ്പോൾ ചിലപ്പോൾ 8-9 കൊല്ലത്തെ പഴക്കമുള്ള വീടാണെങ്കിൽ ആ വീട് പാർക്കുന്ന സമയത്ത്, വീട് പണി കഴിപ്പിച്ച സമയത്ത് എടുത്ത വീഡിയോ ആയിരിക്കും. അത്തരത്തിൽ യൂട്യൂബിൻ്റെ വ്യൂവേഴ്സ് കിട്ടുന്നതിന് വേണ്ടി നല്ല വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീട് വന്ന് കാണുമ്പോൾ നല്ല വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മുടെ അടുത്ത് പറയുന്ന വീടായാലും സ്ഥലമായാലും ഞങ്ങൾ പോയി കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോഴത്തെ കണ്ടീഷനിൽ എങ്ങനെയാണോ വീടുള്ളത് അത് അതുപോലെ തന്നെ പകർത്തിയിട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. മാത്രമല്ല ആ പരിസരത്തെ സെൻറ്റിൻ്റെ റേറ്റും ആ വീടിൻ്റെ പഴക്കത്തിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഓണറുമായി ഡയറക്റ്റ് ഇരുന്ന് സംസാരിച്ച് ഒരു സെറ്റിൽമെൻറ്റൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ വീഡിയോയിൽ റേറ്റും കാര്യങ്ങളൊക്കെ പറയാറുള്ളത്. അത് കൊണ്ട് തന്നെ നേരിയ തോതിൽ മാത്രമാണ് നമ്മൾ എല്ലാ വീഡിയോകളിലും നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ പറയുക. ബംഗാളികൾ പുതപ്പ് കൊണ്ടുവരുന്നത് പോലെ പകുതിക്ക് റേറ്റ് ആയിട്ട് താഴ്ത്തി കൊടുക്കുന്ന പരിപാടി കാര്യങ്ങളൊന്നും നമ്മൾക്കുണ്ടാകില്ല. മാക്സിമം ഓണറുമായി റേറ്റ് സംസാരിച്ച് കുറപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ കൃത്യമായി വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ചില വീടുകൾ നമ്മൾക്ക് പറഞ്ഞ റേറ്റിനേക്കാളും ഓണർക്ക് ടൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത്തിരി കൂടി താഴ്ത്തി വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ലാഭത്തിൽ ലഭിക്കുന്ന വീടുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ ലാഭത്തിൽ ലഭിക്കുന്നത് വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് വിറ്റുപോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിരവധി പ്രദേശത്തെ നിരവധി ബഡ്ജറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ഇതിനോടകം തന്നെ നമ്മൾ നമ്മുടെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ വിറ്റുപോയിട്ടുണ്ട്, ചിലതൊക്കെ ഇനിയും നല്ല വീടുകൾ വിറ്റ് പോകാതിരിക്കുന്നതുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏരിയ അനുസരിച്ച് തിരഞ്ഞെടുത്ത് കാണുക.
വാങ്ങാൻ വരുന്ന വ്യക്തികൾക്ക് മാക്സിമം റേറ്റ് താഴ്ത്തി അവർക്ക് വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ എല്ലാ പേപ്പർ വർക്കുകളും നികുതി അടച്ച് പോക്കുവരവ് ചെയ്ത് ലോൺ ഫെസിലിറ്റി ഉൾപ്പെടെ എല്ലാ പേപ്പർ വർക്കുകളും ഉൾപ്പെടെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ തികച്ചും പ്രൊഫഷണലായിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മാന്യമായ കമ്മീഷൻ കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. മാന്യമായ രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇഷ്ടത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പറയാൻ കാരണം നമ്മളും നിങ്ങളും തമ്മിൽ കാണുന്ന നമ്മുടെ മെമ്പർമാരുൾപ്പെടെയുള്ള നമ്മുടെ അകലം ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ വസ്തുതയും കാര്യങ്ങളാണ്. അത് നിങ്ങൾ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിൽ നിങ്ങൾ കാണുന്ന കാര്യങ്ങളും കറക്റ്റാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഇതും കൂടി ആഡ് ചെയ്തത്. നമ്മുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പുതിയ മെമ്പർമാരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം. ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഊരകം സെൻറ്ററിൻ്റെയും അതുപോലെ തന്നെ വല്ലച്ചിറ സെൻറ്ററിൻ്റെയും കടലാശ്ശേരി സെൻറ്ററിൻ്റെയും പുതുക്കാട് സെൻറ്ററിൻ്റെയും ഏകദേശം മധ്യത്തിലായിട്ട് ബസ് റൂട്ടിനോട് ചേർന്നാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ഈ വീട് സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമാണ് ഏകദേശം കണക്ക് കൂട്ടിയിട്ടുള്ളത്. വളരെ നേരിയ ഒരു തോതിൽ മാത്രമാണ് ഈ വീടിൻ്റെ റേറ്റ് നമ്മൾ കണക്ക് കൂട്ടിയിട്ടുള്ളത്. ഈ വീട് ഏകദേശം 26 ടോട്ടൽ വരുന്നത് 26 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് വരുന്നത്. അതുപോലെ തന്നെ ഏകദേശം 3400 സ്ക്വയർ ഫീറ്റിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് ഉള്ളത്. ഈ വീടിൻ്റെ എൽ ഷേപ്പ് ഞാൻ മുൻപേ പറഞ്ഞു ബസ് റൂട്ട് കാര്യങ്ങളൊക്കെ തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട സെൻറ്ററിൻ്റെ അടുത്തായിട്ടാണ് ഈ വീടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഷട്ടറുള്ള കട റൂമും കാര്യങ്ങളൊക്കെ പണിത് കമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ബാക്ക് സൈഡിൽ വീട് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഫ്രണ്ട് ഭാഗത്ത് കമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ടുള്ള ഷട്ടറിട്ട കട റൂമും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ കമേഴ്ഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വീടാണ്. ഈ വീട് 3400 സ്ക്വയർ ഫീറ്റിലാണ് ഉള്ളത്. 4 ബെഡ്റൂമുണ്ട്. അതിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. താഴെ 2 ബെഡ്റൂമാണ്, മുകൾ ഭാഗത്ത് 2 ബെഡ്റൂം. അത്തരത്തിലാണ് 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള സെമി ഫർണിഷ്ഡ് വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ഈ വീടിൻ്റെ ഒപ്പം AC, ഫാന്, മോഡുലാർ കിച്ചൺ, ഫാൻസി ലൈറ്റ് അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഓണർ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 26 സെൻറ്റ് സ്ഥലവും ഈ വീടും ആണെങ്കിൽ ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് 1,95,00,000 രൂപയാണ് ഓണർ ഉദ്ദേശിക്കുന്നത്. സെൻറ്റിൻ്റെ റേറ്റ് മാത്രമാണ് ഏവറേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ക് കൂട്ടിയിട്ടുള്ളത്. ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് 15 വർഷത്തെ പഴക്കമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ വീടും സെൻറ്റ് കുറച്ച് മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഏകദേശം 20 സെൻറ്റ് സ്ഥലത്തിൽ ഈ വീടായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വീടാണ്. അതിന് 20 സെൻറ്റ് സ്ഥലവും ഈ വീടുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 1,55,00,000 രൂപയാണ്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 6 സെൻറ്റ് സ്ഥലം ബാക്ക് സൈഡിൽ അവിടെ മാറിക്കിടക്കും. അത് ആ മെയിൻ ബസ് റൂട്ടിനോട് ചേർന്ന് തന്നെ അതിലേക്ക് എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ഥലം മാത്രമായിട്ട് 6 സെൻറ്റ് കൊടുക്കുന്നതല്ല. ഒന്നില്ലെങ്കിൽ 26 സെൻറ്റ് സ്ഥലവും വീടും, അല്ലെങ്കിൽ 20 സെൻറ്റ് സ്ഥലം വീടും അത്തരത്തിൽ ലഭിക്കുന്ന ഒരു വീടാണ്. ഏകദേശം 15 കൊല്ലത്തെ പഴക്കമാണ് വീടിനുള്ളത്. ഫുള്ള് മരത്തിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. നല്ല മരങ്ങളാണ്. അതുപോലെ തന്നെ കിച്ചൺ കബോർഡ് വർക്കുകളും അതുപോലെ മൾട്ടിവുഡിലൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള വെള്ളം കയറാത്ത, വെള്ളത്തിന് ടൈറ്റില്ലാത്ത, സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ പ്രധാനപ്പെട്ട സെൻറ്ററിനടുത്തായി ബസ് റൂട്ടിനോട് ചേർന്ന് ആണ് ഏകദേശം 26 സെൻറ്റ് സ്ഥലവും 3400 സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. അതുപോലെ തന്നെ ലോൺ സൗകര്യം ലഭ്യമാക്കി തരുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വീടാണ്. ഏത് ബാങ്കിൽ നിന്നായാലും നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഇതേ തുക അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ തുക ലോൺ ലഭ്യമാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വീടും സ്ഥലവുമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത്.
ഈ വീടിൻ്റെ അവിടെ നിന്നും തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം 11 കിലോമീറ്റർ, അതുപോലെ തന്നെ നാഷണൽ ഹൈവേ ഏകദേശം 3.5 കിലോമീറ്റർ, അതുപോലെ തന്നെ ആമ്പല്ലൂർ സെൻറ്ററിലേക്ക് ഏകദേശം 3.5 കിലോമീറ്റർ, പുതുക്കാട് സെൻറ്ററിലേക്ക് 4.5 കിലോമീറ്റർ, ഒല്ലൂർ സെൻറ്ററിലേക്ക് 4 കിലോമീറ്റർ, പൂച്ചിനിപ്പാട സെൻറ്ററിലേക്ക് 2 കിലോമീറ്റർ, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ഏകദേശം 300 മീറ്റർ, RC ക്രിസ്ത്യൻ പള്ളി ഏകദേശം 300 മീറ്റർ, അമ്പലം 1/2 കിലോമീറ്റർ ചുറ്റളവിൽ, അതുപോലെ തന്നെ എല്ലാ യാത്രാ സൗകര്യങ്ങളിലേക്കും പ്രാദേശിക സൗകര്യങ്ങളിലേക്കും അടിസ്ഥാനപരമായ സൗകര്യങ്ങളിലേക്കും ബാങ്ക്, സൂപ്പർ മാർക്കറ്റ്, പഞ്ചായത്ത് ഓഫീസ്, അതുപോലെ എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെയും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ എല്ലാ യാത്രാ സൗകര്യങ്ങളുടെയും മധ്യത്തിലായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല സ്ഥല സൗകര്യത്തോടു കൂടിയിട്ടുള്ള മനോഹരമായ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ഈ വീട് കാണുന്നതിനും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.